പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ എംപിക്ക് അടിയേറ്റില്ല എന്നുമുള്ള പോലീസിന്റെ വാദം പൊളിച്ച ദൃശ്യങ്ങൾ. ഷാഫിയുടെ തലയ്ക്കുൾപ്പെടെ പോലീസ് ലാത്തി വെച്ചടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ പോലീസ് അതിക്രമത്തെ ന്യായീകരിക്കുകയാണ് സിപിഎം. സംഘർഷത്തിൽ ഷാഫി പറമ്പിലിനെതിരെ പോലീസ് കേസെടുത്തു. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടത്തിയില്ല എന്നായിരുന്നു പോലീസിന്റെ പക്ഷം. കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോഴാണ് ഷാഫിക്കുൾപ്പെടെ പരിക്കേറ്റതെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ പോലീസിന്റെ ഈ വാദം പൊളിച്ചാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ലാത്തി ഉപയോഗിച്ച് അടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഷാഫിയുടെ മൂക്കിന്റെ ഇടത് വലത് എല്ലുകൾക്കാണ് പൊട്ടൽ കണ്ടെത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞ ഷാഫി നിരീക്ഷണത്തിലാണ്. അതേസമയം ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്തു വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ AKG സെന്ററിൽ നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും. എന്നാൽ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് സിപിഎം. സംഘർഷത്തിന് പോകുമ്പോൾ ഇതുപോലെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തന്റെ ഇടവും അതും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. അതിനിടെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ 8 നേതാക്കൾക്കെതിരെയും കണ്ടാലറിയുന്ന 692 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മീഡിയ 1 കോഴിക്കോട്.